ADGP MR അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് നമ്മുടെ അൻവർ MLA പറഞ്ഞപ്പോൾ ശരിക്കും പെട്ടത് ADGPയോ RSSോ അല്ല, പാവം നമ്മുടെ മുഖ്യമന്ത്രിയാണ്. തലയുടെ മുകളിൽ കെട്ടിത്തൂക്കിയിട്ട വാള് പോലെയല്ലേ ഇപ്പൊ CM-ന് ആഭ്യന്തര വകുപ്പ്. ADGPക്കെതിരായ ആരോപണങ്ങളിൽ പാർട്ടി പോലും പാവത്തിന്റെ കൂടെ നിൽക്കണില്ല. അവിടെയും വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. മുഖ്യമന്ത്രിയുടെ കൂടെ മാത്രമല്ല, PV അൻവറിനൊപ്പം പാർട്ടിയില്ല. ADGP MR അജിത് കുമാർ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്ന് PV അൻവർ MLA വെളിപ്പെടുത്തിയപ്പോൾ പലരും വിചാരിച്ചു, അങ്ങനെയൊന്നും നടന്നിട്ടുണ്ടാവില്ല, അൻവറിന് വെറുതെ തോന്നിയതാവുന്നു. എന്നിട്ട് എന്തായി? RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ADGP തന്നെ സമ്മതിച്ചു. എന്നിട്ടൊന്നുമില്ല, ഇതുവരെ ADGPക്കെതിരെ നടപടി എടുത്തില്ല. വിഷയത്തിൽ മുഖ്യമന്ത്രി ഒട്ട് ഒന്നും പറഞ്ഞുമില്ല. മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കിയപ്പോ അൻവറേട്ടന് സ്വയം ഹീറോ പോലെ തോന്നിയിട്ടുണ്ടാവില്ലേ? പക്ഷെ പണിവാളി, പാർട്ടി ഒന്നിനും കൂടെ നിൽക്കില്ല കേട്ടോ അൻവറേട്ടാ. അല്ലെങ്കിലും അൻവർ എന്തെങ്കിലും പറയുന്നതിന് പാർട്ടി എന്തിനാ കൂടെ നിൽക്കണെന്നാണ് ഗോവിന്ദ മാഷ് ചോദിക്കുന്നത്. ബോംബ് പ്ലാസ്റ്റിക് കണ്ടുപിടുത്തങ്ങളാണെന്ന് പറഞ്ഞ് പാർട്ടിയിൽ കത്തിക്കയറാന്ന് വിചാരിച്ചിട്ട് പാവ അൻവറേട്ടൻ ഒറ്റയ്ക്കായി പോയല്ലോ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എന്നാലും എന്തിനായിരിക്കും ADGP RSS നേതാവിനെ കണ്ടിട്ടുണ്ടാവുക? ഇതില് ഉത്തരം പറയാവുന്ന മൂന്നാളുകളാണ്. ആദ്യമായിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന ഒരാള് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം ADGPയെ അദ്ദേഹത്തിന്റെ സന്ദേശവാഹകനായിട്ട് പറഞ്ഞയച്ചിട്ടുണ്ടോ? രണ്ട്, അജിത് കുമാർ പറയണം, ADGP പറയണം എന്ത് കാരണത്താലാണ്, എന്ത് ഉദ്ദേശത്തിലാണ് ADGP കാണാൻ പോയത്. എന്തൊക്കെ ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളുടെ മുഖ്യമന്ത്രി ഒന്നും കാണുന്നില്ല, കേൾക്കുന്നുമില്ല. അയ്യോ, എന്നോടൊന്നും ചോദിക്കില്ലേ, എനിക്കൊന്നും പറയാനില്ലേ എന്ന് പറയണ വേറൊരാളും കൂടിയുണ്ട്. ആരാണെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അതും സാക്ഷാൽ PV അൻവർ. ഒറ്റ കണ്ടീഷൻ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ കുറിച്ചായിരിക്കണം ചോദ്യം. അപ്പോഴാണ് നമ്മുടെ കോമ്രേഡ് കൈമലർത്തുക. നോ കമന്റ്സ് ഓൺ പൊളിറ്റിക്സ്. അത് ഞാൻ പറയും. വൺ മിനിറ്റ്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും അജണ്ട ഉണ്ടെങ്കിൽ, ഇത്തരത്തിലൊരു നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ നിങ്ങളുടെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ മറ്റാരുടെയും താല്പര്യപ്രകാരം ഇതിനെ വീണ്ടും വളച്ചൊടിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ നോ കമന്റ്സ് ഓൺ പൊളിറ്റിക്സ്. ADGPയുടെയും SP-യുടെ ഒക്കെ തലതിരിഞ്ഞ് ഈ നടത്തത്തിന് ഏറ്റവും വലിയ കാരണക്കാരൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണെന്നും P ശശി അറിയാതെ ഇവിടെ ഇമാതിരി കാര്യങ്ങളൊന്നും നടക്കൂലെന്നും ആഞ്ഞടിച്ചിരുന്ന കൊമ്രേഡ് ഒന്ന് ഇരുട്ടി വെളുത്തപ്പോ പറയാ, എനിക്കൊന്നും അറിഞ്ഞൂടെ, എന്നോടൊന്നും ചോദിക്കില്ലേന്ന്. P ശശിയുടെ കാര്യം ചോദിക്കുമ്പോ നോ കമന്റ്സ് എന്ന് പറയണമെന്ന് ആരോ കൊമ്രേഡ് പഠിപ്പിച്ചെന്നേ? MR അജിത് കുമാർ ആ വിഷയത്തിൽ ഇതിൻ്റെ എല്ലാം കൊടി ഈ പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് ഞാൻ ആവർത്തിച്ച് പറയാം. ഞാൻ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടാണ് കേരളത്തിലെ ഒരു ADGPയെ കുറിച്ച് ഞാൻ നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് പറയുന്നത്. ADGP കൊടും ക്രിമിനലാണെന്ന് വാദിക്കുകയാണ് ഭരണപക്ഷ MLA ആയ PV അൻവർ. സംഭവം കയ്യിൽ നിന്ന് പോവാണെന്ന് തോന്നിയപ്പോൾ പാർട്ടിയും മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. എന്ത്, പാർട്ടി മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് ആലോചിക്കുന്നുണ്ടാവല്ലേ? ഇപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. So our party has a responsibility to take note of such developments and study those developments. In fact, I spoke to my leadership to study the matter. ചുരുക്കി പറഞ്ഞാൽ എന്തടിസ്ഥാനത്തിലാണ് ADGP RSS നേതാവിനെ കണ്ടതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നാണ് D രാജ പറയണത്. CMA CPIക്ക് ഈ കാര്യത്തിൽ നല്ല അതൃപ്തി ഉണ്ട് കേട്ടാ. ഇനിയും ഇങ്ങനെ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവാ? CPI എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങളുടെ CM-ന്റെ കൂടെ എല്ലാ കാലത്തും CPIM ഉണ്ടാവൂടോ. ഞങ്ങളുടെ CM-ന് അത് മതി, അല്ല പിന്നെ ഞങ്ങൾക്ക് നിങ്ങൾ CPI-നെ പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം അത് തൃപ്തിയോടുകൂടിയാ? ഞാനിപ്പോൾ പറഞ്ഞത് തൃപ്തിയോടുകൂടിയാണോന്ന്? CMA യു ട്രാപ്പിട്ടാ. നമ്മള് വിചാരിച്ച പോലെ അല്ലാട്ട കാര്യങ്ങളുടെ കടപ്പ്. CPIM-നും അതൃപ്തി ഉണ്ടെന്നാ പറയണത്. അല്ല ഗോവിന്ദ, പക്ഷേ പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് എന്നുണ്ടെങ്കിലും പിണറായി വിജയൻ ആരാ? CPIM-ന്റെ മുതിർന്ന നേതാവല്ലേ? അപ്പൊ പാർട്ടിയും ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ടതല്ലേ? ഇനി അത് ചോദിക്കണം. അല്ല, ആഭ്യന്തര വകുപ്പ് അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് അതിൻ്റെ ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങളെ കൂട്ടിക്കെട്ടണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. CPM-നെ കൂട്ടിക്കെട്ടണ്ട. ഒരു ലിങ്കിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും പറയണ്ട.
അതാണ് ഞാൻ അന്നും പറഞ്ഞത്, ഇപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. ഇടക്കിടക്ക് ഇങ്ങനെ വാർത്ത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ വാർത്തക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ക്ഷണിച്ചുകൊണ്ടേയിരിക്കും, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പണിക്ക് നമ്മളില്ല കേട്ടോ. ശരി ശരി. അപ്പൊ ഈ വിഷയത്തില് പാർട്ടി വേറെ മുഖ്യമന്ത്രി വേറെ എന്നല്ലേ? തൃപ്തിയായി, ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് തൃപ്തിയായി. എല്ലാത്തിനും എപ്പോഴും കൂട്ടു നിന്നിട്ട് ആ പാവത്തിനൊരു ആവശ്യം വന്നപ്പോ എല്ലാരും ശരിയുടെ പക്ഷത്ത് നിന്നല്ലോ അല്ലേ? അല്ല, ഞങ്ങളുടെ CM-നെ ഒറ്റയ്ക്കാക്കിയില്ലേന്ന്. ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു. എന്ത് ചെയ്താലും അവസാനിക്കുന്ന വലിയ തെറ്റില്ല. സംഭവിക്കാൻ ഞാൻ ഒരു കാര്യം വൈകുന്നേരം നിങ്ങൾ 16 മാസം പുതു പറഞ്ഞോ? അല്ല പറയാത്ത ആള് അല്ല, നിങ്ങൾ രണ്ടു വന്നിട്ടാങ്കടാ ക്യാപ്സ്യൂൾ വന്നിട്ടാങ്കടാ. ADGP RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ട് മാസങ്ങളായില്ലേ, ഇപ്പോഴാണോ അത് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ച് അതിവിദഗ്ധമായി നമ്മുടെ വിജയരാഘവൻ സഖാവ് കുറ്റം മുഴുവനും മാധ്യമപ്രവർത്തകരുടെ തലയിലിടുന്ന അതിവിചിത്രമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് കാണുക, ഈ ഭൂഗോളത്തിൽ why this man is called a genius. പക്ഷെ ഇതൊന്നും CM-നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല, ഒരു മനസുഖം അത്ര തന്നെ. അപ്പൊ എന്നെ പുള്ളി മുഖ്യമന്ത്രിക്ക് ഇട്ട് കൊടുക്കേണ്ട കൊട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യത്തൊന്നും പരിശോധിക്കാതെ നിശബ്ദരായിട്ട് അങ്ങനെ ആവില്ലല്ലോ ഗവൺമെന്റ് അതിന്റെ ഗുരുലഘുത്വ കാര്യപരമായ ഭരണപരമായ കാര്യങ്ങളിൽ അവർ പരിശോധിക്കും. CPI ഒരു പാർട്ടിയിൽ ഒരു അഭിപ്രായം പറയില്ലേ? ഇനിയും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാണ്ട് മുഖ്യമന്ത്രി വേണ്ട നടപടി എടുക്കണം എന്നാണ് അപ്പോ പാർട്ടിക്കകത്തുള്ള എല്ലാരും ഒരേ സ്വരത്തിൽ പറയണത്. ആരെന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല, മുഖ്യമന്ത്രി കമാന്നൊരക്ഷരം മിണ്ടൂല. എന്തൊക്കെയായി കാണിക്കുന്നേ? കണ്ടോ കണ്ടോ? അയ്യോ ഈശ്വരാ, ഞാനിപ്പോ എന്ത് ചെയ്യും? വന്നേ ഇങ്ങോട്ട്. കേരളത്തിന്റെ അഭിമാനമായ ഒരു ഉത്സവം തൃശ്ശൂർ പൂരം, അതിനെ കലക്കാൻ, ആ പൂരം കലക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചന അത് വളരെ വ്യക്തമാണ്. കാരണം ഗവൺമെന്റിന്റെ ഡിഫൻസ് സിറ്റി പോലീസ് കമ്മീഷണറാണ് അഴിഞ്ഞാടിയിട്ടാണ് അത് ഡിസ്റപ്റ്റ് ചെയ്തത്, കലക്കിയതെന്ന് അദ്ദേഹത്തെ മാറ്റി ഞങ്ങളുടെ ജോലി കഴിഞ്ഞു. സതീശേട്ടനോ എവിടെയായിരുന്നു? നോക്കിയിരിക്കായിരുന്നു. അൻവറേട്ടന് സതീശേട്ടനെ കുറിച്ചും വേറെ എന്തൊക്കെ പറയേണ്ടത്. ഈ BJP RSS നേതാവിനെ പ്രതിപക്ഷ നേതാവ് കണ്ടു എന്ന വിവരം എൻ്റെ ഓഫീസിൽ വന്ന വീഡിയോ ആണ്. ഞാൻ പോകുന്നു. ബൈ ബൈ. അങ്ങനെ അങ്ങ് പോയാലോ സതീശേട്ടാ? നിങ്ങളല്ലേ പറഞ്ഞത് പൂരം കലിക്കിയത് ഇടതുപക്ഷാണെന്ന്? ഇന്നലെ വേറെ ആരോ പറഞ്ഞു എന്താണ് തൃശ്ശൂർ പൂരം കലക്കാൻ ഈ കഴിഞ്ഞ വർഷമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ തൃശ്ശൂർ പൂരം കലക്കാനാണ് ഇവര് തമ്മിൽ കണ്ടതെന്ന്. എന്തൊരു പെട്ടെന്ന് ഓരോരുത്തര് പ്ലേറ്റ് മാറ്റണതല്ലേ. ന്യാരക നിലപാട് തന്നെട്ടാ. അങ്ങനെ സ്വർണ്ണക്കടത്തും ആളെക്കൊല്ലലൊക്കെയായി ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്ന ADGP MR അജിത് കുമാറിനെ ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ നിലനിർത്തുന്നതിൽ ഇടതുമുന്നണിക്കകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സംരക്ഷണ കവചം ഒരുക്കേണ്ട കൊമ്രേഡ്സിന് പഴിചാരി പാവ മുഖ്യമന്ത്രിനെ ഒറ്റപ്പെടുത്താണ്. മുഖ്യമന്ത്രിയാണെങ്കിൽ അൻവർ MLA-യുടെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം മൗനവ്രതത്തിലാണ്. അൻവർ MLA-യുടെ പിന്നില് അൻവർ MLA മാത്രമാണെന്ന് പറഞ്ഞ് അൻവറേട്ടനെയും പാർട്ടി കൈവിട്ടു. അങ്ങനെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ അൻവറേട്ടന് പിന്നിലും ADGP-യുടെ കൂടിക്കാഴ്ച വിവാദത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്നിലും പാർട്ടി ഇല്ല ഗൈസ്. ഇനി എന്ത് സംഭവിക്കുന്നു കാത്തിരുന്ന് കാണാം.